ആണ് UDFന്റെ ലീഡറായിട്ട് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒപ്പം നിൽക്കണം, കൂടെ നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു കൂടെ നിൽക്കാൻ എനിക്കൊരു തടസ്സമില്ല, പരാതിയില്ല. പക്ഷെ നിലവിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, പാർട്ടി എന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. അപ്പൊ മുന്നേ തന്നെ അകത്താക്ക്, എന്നിട്ട് വേണ്ടേ ഈ ഒരു ചർച്ചയിലേക്കൊക്കെ പോണ്ടേ. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അരമണിക്കൂറിനുള്ളിൽ പുറത്താക്കാൻ കഴിച്ച ആ വ്യഗ്രത നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉണ്ടായില്ല. അപ്പൊ അത് മുന്നേ അത് നടപടി എടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവരത് ഏറ്റോളാം എന്നുള്ള ഉറപ്പിലാണ് പറയുന്നത്. നീ കൂടെ നിന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിയാക്കിക്കൊള്ളാം. അപ്പൊ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം നിലവിൽ കോൺഗ്രസിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFന്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല നമ്മൾ ഭരിക്കും. അതെന്തൊരു എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്? നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പൊ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഒരു ശരിയായ ഒരു നടപടിയാണോ? നമ്മളുടെ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ TM ചന്ദ്രൻ എന്ന് പറയുന്ന DCC സെക്രട്ടറി പറഞ്ഞത് അത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, നീ കൂടെ നിന്നാ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്റെ വാർഡിലെ ഇപ്രാവശ്യം ഞാൻ 3ാമത്തെ പ്രാവശ്യം മത്സരിക്കുന്നത്. ഇപ്പൊ മത്സരിക്കുന്ന വാർഡ് ഞാൻ താമസിക്കുന്ന വാർഡോ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച വാർഡോ അല്ല, അതിന്റെ അപ്പുറത്തുള്ള വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. ആ വാർഡിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിഭാഗങ്ങളും എന്നെ ഈ സ്വതന്ത്രനായിട്ട് സ്വീകരിച്ചത് ഒരു മത അധിഷ്ഠിതമായിട്ടുള്ള ഒരു കക്ഷിയിലും കൂടെ നിൽക്കില്ല എന്ന് കൃത്യമായിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ്. ഒരു വർഗീയ കക്ഷിയുമായിട്ട് ഒരു കൂട്ടും ഞാൻ കൂടില്ല എന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ അവരോട് ഒരു വോട്ട് ചോദിച്ചത്. അത് അവര് എന്നെ വിശ്വാസത്തിൽ എടുത്തിട്ടാണ് എനിക്ക് അവർ വോട്ട് നൽകിയത്. അവർക്കോട് കൊടുത്ത ആ വാക്ക്, ആ വിശ്വാസം ഇപ്പോഴും നിലനിർത്തുന്നു, ഇനിയും അത് തന്നെ നിലനിർത്തിക്കും. ഒരു പക്ഷേ എനിക്ക് അവർ പറഞ്ഞപ്പോ ഒന്ന് മൂളി കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മറ്റൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാനെ എന്ന് വേണമെങ്കിൽ ഒരു ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിത്വത്തിലും അല്ലെങ്കിൽ എൻ്റെ നിലപാടിലും ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിനോട് ഞാൻ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റിനെ ഞങ്ങൾ മാറ്റും, പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ ഞങ്ങൾ മാറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു പരാതിയില്ല, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആക്കാം, പക്ഷെ ഈ ഒരു കൂട്ടുകെട്ടിന് എന്നെ കൂട്ടുണ്ടാകും. ഇതാണ് ഇതിന്റെ കാതലായിട്ടുള്ള ഒരു വിഷയം. ഇതിന് ശേഷമാണ് ഇവര് വേറൊരു സ്വതന്ത്രയെ കണ്ടെത്തിക്കൊണ്ട് മുന്നിൽ നിർത്തി. കാരണം അവർക്ക് അറിയാലോ 4 പേര് BJPക്കാര് വോട്ട് ചെയ്യാമെന്ന് ഒരു ഡീല് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാം, ആ BJPയുടെ ഒരു നേതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ചാനലുകളിലൊക്കെ കൊടുത്തിട്ടുള്ള അതില് ജില്ലാ നേതൃത്വം, മണ്ഡല നേതൃത്വം ഒക്കെ ആയിട്ട് ഞങ്ങൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവര് വന്ന വേറെ ചിലർ പറയുന്നുണ്ട് ഹാളിന്റെ ഉള്ളിൽ കടന്നപ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത്, അങ്ങനെയാണ് ഇവര് ഡീൽ ഉണ്ടാക്കിയെന്ന് പറയും. എന്താവട്ടെ, ജനങ്ങൾക്ക് അവിടെ അറിയാം. എന്നെ കുറിച്ച് അവർ പറഞ്ഞു നടക്കുന്ന ആക്ഷേപങ്ങള് ഔസേപ്പുകാരനാണ്, ഞങ്ങൾ ഇങ്ങനെ ട്രൗസർ കാക്കിയാക്കിയ എന്നൊക്കെയാണ് പറയുന്നത്. അത് എന്ത് പറഞ്ഞാലും അത് എന്നെ സംബന്ധിച്ച് അത് ഒരു വിഷയമല്ല. കാരണം ഇവരൊക്കെ പാലം വെച്ച് BJPയിലേക്ക് പോകാൻ കരാറ് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ആളാണ് ഈ TM ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതിനേലും കുറച്ചും കൂടി സ്വാധീനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകളെയും കൂടി കൂട്ടി പോകാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. എന്നെ അതിന് കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ടാണ് എനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ. അത് ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങിയതല്ല. 2010 ഞാൻ മത്സരിക്കുമ്പോ അന്ന് ഞാൻ 404 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച്, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച്. അന്ന് എനിക്ക് എതിര് നിന്നാർന്നത് ഈ പറയുന്ന ആളുടെ ഭാര്യയുടെ സഹോദരനായിരുന്നു. ആളെ തോൽപ്പിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് എന്നോടുള്ള ഈ വൈരാഗ്യം. അത് കഴിഞ്ഞ ടൈമില് മത്സരിക്കാൻ വേറൊരു വാർഡിൽ പോയി എന്നോടൊന്ന് മത്സരിക്കാൻ പറഞ്ഞു. അവിടെ വേറെ ആളില്ല, ഔസേപ്പ് അവിടെ പോയി മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി മത്സരിച്ചു. ആള് വിചാരിച്ച് ഞാൻ തോൽക്കുന്നു. അവിടെ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു, ഞാൻ ജയിച്ചു. അപ്പൊ ഇപ്രാവശ്യം സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിക്കണമെന്ന് നിർബന്ധം പിടിച്ചതിൽ ഒരാൾ ഇദ്ദേഹം തന്നെയായിരുന്നു. അവിടെയും ഉറപ്പായിട്ട് തോൽക്കുന്ന കരുതിയിരുന്നു ആള്. പക്ഷെ എന്തോ അത് റിസൾട്ട് നമ്മുടെ കൗണ്ടിങ് ഹാളിൽ വെച്ച് എനിക്ക് മുൻപ് ഒരാളുടെ റിസൾട്ട് വന്നപ്പോ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പൊക്കി ആ സന്തോഷം ആൾ പങ്കുവെച്ചു. ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരു കൈ തന്നു മാത്രം അതിലൊതുങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ജയിക്കുന്ന ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന്. ഇത്തരത്തിലാണ് ഇദ്ദേഹം എന്നോടുള്ള സമീപനങ്ങളായി പോന്നിരുന്നത്.
അങ്ങനെയുള്ള ഒരാളാണ് എനിക്കെതിരുള്ള ഈ ആരോപണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. BJP ആയിട്ടുള്ള ഒരു കൂട്ട് ഇനിയും ഉണ്ടാവില്ല, ഇന്നലെ ഉണ്ടായിട്ടില്ല. BJPയുടെ നേതാക്കൾ പലരും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ഒരാളുടെ ഫോൺ ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരാളായിട്ട് ഈ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. എലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഇവരെന്നെ വിളിക്കുന്നുണ്ട്. ഇല്ലില്ല. അതായത് BJPയിൽ ഇപ്പൊ ഈ ജയിച്ച അതുൽ കൃഷ്ണ, സുനിൽ കുമാർ, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പല ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുന്ന പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇത് സമ്മതിച്ച് തന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതുൽ കൃഷ്ണ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. അതുൽ കൃഷ്ണ ഫോൺ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ നമ്പർ കണ്ടപ്പോ ഞാൻ കാരണം എന്തെങ്കിലും ഒന്ന് പറയണം. ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് സേവ് ചെയ്ത് നാളെ അത് മറ്റേ പുറത്ത് പല ആളുകളും ഇല്ല ഇല്ല ഇല്ല. ഞാൻ എന്നെ നേരിട്ട് ചന്ദ്രൻ പറഞ്ഞത് അപ്പൊ ഞാൻ ചന്ദ്രനോട് ചോദിക്കുകയാണ്, നമ്മൾ ഭരിക്കുമെന്ന് ആള് ഉറപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അത് എങ്ങനെയാണ് അത്. അപ്പോഴാണ് ആള് പറയുന്നത് BJPക്കാര് നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ കൈപ്പത്തിയില് മത്സരിച്ച 3 പേര് BJP സ്ഥാനാർത്ഥികൾക്ക് BJPക്ക് പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. 3 സ്ഥലത്ത് അതേപോലെ തന്നെ അവർക്ക് വലിയ പൈസ വാങ്ങിക്കാണ് ഈ 3 മാറുന്നത്. അങ്ങനെ ഈ BJPക്കാരും മറ്റു കൈപ്പത്തിയിൽ മത്സരിച്ച അവസരമായിട്ട് വാർഡ് ഉൾപ്പെടെ BJPക്ക് ഒരു പറഞ്ഞ് BJPയിലേക്ക് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്ന ഈ എന്റെ വാർഡിലുള്ള ഒരു വ്യക്തി, ഒരു സജീവ് കുമാർ എന്ന് പറയുന്ന ആളാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്താണോ അതിന് മുൻപേ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ, വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറ്റ് വെച്ചോ, ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് വെറ്റ് വെക്കാം എന്നുള്ള ഒരു വോയിസ്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ഇലക്ഷനുമായിട്ടുള്ളതാണോ അത് അതിന് മുൻപുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം എനിക്കൊരു എതിരാളി ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കമന്റുകൾക്കും ഞാൻ ചെവി കൊടുത്തിരുന്നില്ല. കാരണം നമുക്ക് ആരെ ഇല്ല ഇല്ല, ഞാനൊരു സ്വതന്ത്രനായിട്ടാണ് ജയിച്ചതിന് ശേഷമാണ് ഈ നമ്മുടെ നേതാവ് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ അതില് ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഈ എന്നെ UDF കൈവിട്ടപ്പോഴാണ് എനിക്ക് ഏതെങ്കിലും ഒരു പക്ഷത്ത് ഒരു സ്വതന്ത്രനായി ജയിച്ച ഒരാള് ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരാന്നുള്ളത് ഒരു നീതികേടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരണമല്ലോ. അപ്പൊ LDFനോട് ചേർന്ന് ഇനി പ്രവർത്തിക്കും. കോൺഗ്രസിനെ ഇപ്പൊ എനിക്ക് വിശ്വാസം ഇല്ലാണ്ടായി. കാരണം ഇതിന് കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതൃത്വം, ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം പോലും ഇപ്പൊ ഈ ഒരു വിഷയത്തില് അവരിടപെട്ട രീതി ഞാൻ NDA, LDF, UDF ഇത് കൂടാതെ ഒരു സ്വതന്ത്രൻ, ഞാനടക്കം 5 പേരുണ്ടായിരുന്നു. LDFന് ഒരു പ്രചരണം, കാരണം LDF എന്റെ 2ാം സ്ഥാനത്തല്ല 3ാം സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് BJPനായിരുന്നു. അപ്പൊ ഞാൻ BJPനെയാണ് ഞാൻ നേരിട്ട് എതിരിട്ടിരുന്നത്. അതെ, ഈ അന്ന് എന്നെ കാണാൻ വന്നത് TM ചന്ദ്രൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റായ രഞ്ജിത്ത് കൈപ്പള്ളി, നിലവിലെ മണ്ഡലം പ്രസിഡന്റായ ഷാഫി കല്ലുപറമ്പില്, ഇപ്പൊ ബ്ലോക്കിലേക്ക് വിജയിച്ച പ്രവീൺ മാഷ്, കിഴക്കേക്കോടാലി സ്വദേശിയായ സതീശൻ ഇല്ലത്തുപറമ്പില്, ഇങ്ങനെ ഈ 5 പേരാണ് എന്നെ കാണാൻ വന്നത്. അതിന്റെ വിഷ്വല് എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ. BJPയുമായിട്ട് കൂട്ടുകൂടി ഭരിക്കാമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ വെച്ചാ പറഞ്ഞു, ചേട്ടാ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണ്ട, എനിക്ക് ഈ വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ള ഒരു നേട്ടവും വേണ്ട, ഒരു ഭരണവും വേണ്ട. ഞാൻ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നതാ, ഇനിയും 5 കൊല്ലം ഞാൻ പ്രതിപക്ഷത്തിരുന്നോളാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, നമുക്ക് ടോസിനെ നേരിടാം. ഈ ചർച്ച ഇവരുമായി ചർച്ച നടന്ന സമയത്ത് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ KPCCയുടെ ഒക്കെ തന്നെ അനുവാദത്തോടു കൂടിയാണ് BJPയുമായി ഇത്തരം ധാരണ എന്ന് അവർ പറഞ്ഞിരുന്നു. ഈ TM ചന്ദ്രൻ എന്ന് പറയുന്ന ആള് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു പരിധിയിൽ കൂടെ പോകുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു വ്യക്തമായ ഒരു ദിശയെ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒത്തിരി എതിർപ്പുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ രീതി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് ഞാൻ. BJPയുമായിട്ട് ധാരണ ഉണ്ടാക്കിയത് അവിടെയുള്ള ഈ പറയപ്പെടുന്ന പ്രാദേശിക നേതൃത്വങ്ങളുടെ താല്പര്യമാണ്. അതെ അതെ അതെ. വാർഡുകളിലാണ് ഈ ഡീൽ ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നത്?
അതായത് എനിക്ക് എന്റെ വാർഡിൽ എന്നോട് പറഞ്ഞ കാര്യമാണ്, എന്റെ വാർഡിന്റെ കാര്യമല്ല പറഞ്ഞത്. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണവുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ചർച്ചകളൊന്നും ടി.എം. ചന്ദ്രനെ ഏതെങ്കിലും ബി.ജെ.പി. നേതാക്കൾ നേരിട്ട് സഹായിച്ചതോ ബന്ധപ്പെട്ടതോ അങ്ങനെ അങ്ങേക്ക് വിവരമുണ്ടോ? അത് ഈ അതുൽ കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഇദ്ദേഹത്തിന് ബന്ധം ഉണ്ടായിട്ടുണ്ടെന്നൊരു ചർച്ച ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇതിൽ എനിക്ക് നേരിട്ട് അനുഭവം ഒന്നുമില്ല. ഇവര് തമ്മിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചില്ല, അവരുടെ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും വാർത്താസമ്മേളനം. ആ കാര്യത്തിൽ മുൻ കോൺഗ്രസ്സുകാരനാണല്ലോ, എന്താണ് ആ കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? DCC നേതൃത്വത്തിനെ ഇപ്പൊ അദ്ദേഹം കുറ്റം പറയുന്നു. ഞാൻ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നതല്ല. DCC നേതൃത്വത്തിന് അദ്ദേഹം ഇപ്പൊ ശാന്ത എതിർക്കണന്റെ കാരണം വെച്ചാൽ ആള് വേറൊരു ഗ്രൂപ്പിൽ പെട്ട ആളാണ്. ഈ ടി.എം. ചന്ദ്രന്റെ ഗ്രൂപ്പ് അല്ല ഇപ്പോഴത്തെ നേതൃത്വം. ഇപ്പോ ജോസ് വള്ളൂര് ആ ഒരു കൂട്ടുകെട്ടിലാണ് അദ്ദേഹം നിന്ന് പോരുന്നത്. അപ്പൊ അതിന്റെ ആൾക്ക് അവിടെ ഒരു മുൻപ് വള്ളൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇടപെടലുകൾ നടത്താനോ അല്ലെങ്കിൽ ഒരു സ്വാധീനോ ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ടുള്ള ഒരു വിഷമം കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. ഈ രീതിയിലേക്ക് ചന്ദ്രൻ പറയുന്ന ഈ